കഴിക്കുന്നില്ലേ? ഇനി കഴിച്ചിട്ടെന്താ? ആ മാർക്കറ്റ് മാഷയുടെ കയ്യിൽ നിന്ന് ശരിക്കും വാങ്ങിക്കൂട്ടി. മുതലാളിയുടെ മകനും കിട്ടിയാട്ടി. എന്നിട്ട് എന്തേ പറഞ്ഞില്ല? ദാസിനെ അടിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവനെ തോള് തട്ടി അഭിനന്ദിക്കലായിരുന്നു. ഇനി എന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ അവന് ഷേക്കിന് കൊടുക്കാനാ? താനവിടെ എന്തെടുക്കായിരുന്നു? അവന് ML സുന്ദരൻ നായരുടെ സപ്പോർട്ട് ഉണ്ട് സാർ. സാർ, മന്ത്രി കുഞ്ഞിരാമൻ സാർ വരുന്നുണ്ട്. ഈ ആത്മസാറുണ്ടല്ലോ, വളരെ നല്ല മനുഷ്യനാണ്. നമസ്കാരം. നമസ്കാരം. ഇത് ശോഭന MLA ആണേ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? വരൂ, നമുക്കൊന്ന് കൂടാ. ഞാൻ കഴിക്കാനൊന്നും വന്നല്ലെന്നേ, നിങ്ങൾക്ക് ഇവരെ പരിചയപ്പെടുത്താൻ വന്നാട്ടോ. ആ സുന്ദരൻ നായരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആ കന്നാലി കിടന്ന് വേലസിനുണ്ടല്ലോ. അവന്റെ നാവടക്കാൻ ഒരു പരിപാടിയായിട്ടാ വന്നിരിക്കുന്ന മന്ത്രി സാറ്. എന്താ മേയർ സാറേ, നിങ്ങളെ കൊണ്ട് ആത്മാസാറിന് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? റെഡി, ഞാൻ എന്തിനും തയ്യാറാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. താനീ കടലാസിലൊന്നും ഒപ്പിട്ടെ. നാളെയല്ലേ മാർക്കറ്റിൽ ലേലം. അവിടെ മാർക്കറ്റ് അല്ലാണ്ടാക്കി തരാട്ടോ. കാസിം ഭായ് വന്നേ. വഴി എല്ലാരും കൂടെ ആ പഠിച്ചോലെ കുത്തിരിക്കണതിന്. ഇറങ്ങി വാടാ, വേഗം ആ ബോർഡെടുത്ത് അങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ എന്തിനു പള്ളിക്കൂടം നടത്താൻ പോണേ? ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കുക. പ്രതിവർഷം പതിവായി നടത്തപ്പെടാറുള്ള മാർക്കറ്റിന്റെ മൊത്തലേലം ഇക്കുറി റദ്ദാക്കിയിട്ട് സ്വാതന്ത്ര്യ സമര സേനാനിയായ കേളപ്പജിയുടെ പേരിൽ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ ഗവൺമെന്റ് ഉത്തരവായിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി പുതിയ മാർക്കറ്റ് ഗവൺമെന്റ് കെട്ടിത്തരുന്നുണ്ട്. എവിടെയാ കിട്ടുന്നത്? ബൈപ്പാസ് റോഡിന്റെ പക്കത്താണ്. ബൈപ്പാസ് റോഡ് ഈ മാർക്കറ്റിന് സമീപത്താണോ ഉള്ളത്? ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തല്ലേ? ജനങ്ങൾ അവിടെ വന്ന് എങ്ങനെ പച്ചക്കറി വാങ്ങാനാ? ആ ജനത്തിന് ട്രാഫിക് പ്രോബ്ലം ആയതുകൊണ്ടാ സിറ്റി മധ്യത്തിലുള്ള ഈ മാർക്കറ്റ് എടുക്കാൻ നമ്മുടെ മേയർ സാറ് പ്രപ്പോസൽ വെച്ചത്. ആ പ്രപ്പോസൽ സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഉണ്ടാകുന്നതിന് മുമ്പേ ഈ മാർക്കറ്റ് ഇവിടെ ഉള്ളതാ. പിന്നെ എങ്ങനെ ഈ സ്ഥലം വിൽക്കും? ഞങ്ങളോട് എന്തിനാ ചോദിക്കണേ? പോയി മേയറിനോട് ചോദിക്കും. ആ കമ്മീഷണർ സാറേ നടക്കടോ.